വാഴൂർ ബ്ലോക്കിലെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കുള്ള പരിശീലന പരിപാടി അനുഗ്രഹ സെൻ്ററിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടപ്പാക്കുകയുണ്ടായി. വെള്ളാവൂര്, കറുകച്ചാല്, നെടുങ്കുന്നം, വാഴൂർ, ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളാണ് ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തത്. അവർക്ക് വേണ്ടി ക്ലാസ് നയിച്ചത് VT കുര്യൻ, നമ്മുടെ കുര്യൻ സാറ്, അതുപോലെ ശ്രീകുമാർ സാറ്, അബ്ദുൾ റഹീം, കൂടാതെ തോമസ് സാറ് എന്നിവരും അതുപോലെ മറ്റ് RPമാരും ഉണ്ടായിരുന്നു. തീമാറ്റിക് എക്സ്പെർട്ടുകളും മറ്റുള്ള ആളുകളും ഈ പ്രവർത്തനത്തെ സഹായിച്ചു. ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് പങ്കെടുത്ത ജനപ്രതിനിധികൾക്ക് ഇതൊരു പുതിയ അനുഭവമായിരുന്നു. അവർ തുറന്നു പറയുകയും ചെയ്തു. ക്ലാസിൻ്റെ വിവിധ ദൃശ്യങ്ങളും അതുപോലെ തന്നെ ക്ലാസ്സിൽ പറഞ്ഞ ഗ്രാമപഞ്ചായത്തുകളുടെ അനുഭവങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഒരുക്കിയ ഒരു ചെറിയ വീഡിയോ മാത്രമാണ്. രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. അനുഗ്രഹ സെൻ്റർ ഇപ്പോൾ പുതുക്കി പണിതതാണ്. വളരെയേറെ സൗകര്യങ്ങളുണ്ട്. റോഡിനോട് വളരെ അടുത്താണ്. മെയിൻ റോഡിലേക്ക് എത്തുന്ന റോഡും അവിടെയുണ്ട്. ബസ് ഇറങ്ങിയാൽ ഒരു 2-3 മിനിറ്റിനുള്ളിൽ നമ്മുടെ റിസപ്ഷനിലേക്ക് വന്നെത്താം. തീമാറ്റിക് എക്സ്പെർട്ടുകളായിട്ടുള്ള ആളുകളിൽ വന്നു ചേർന്നിരിക്കുന്ന ജനപ്രതിനിധികൾക്ക് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുക്കുകയാണ്. വളരെ സൗഹൃദപരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ നിലനിൽക്കുന്നത്. വരുന്ന ആളുകൾക്ക് അവരുടെ പേര്, ഫോൺ നമ്പർ, മെയിൽ ID മുതലായ കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഏത് വാർഡിനെയാണ് പ്രതിനിധീകരിച്ച് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം അവരോട് പറഞ്ഞ് അത് കൃത്യമായി രേഖപ്പെടുത്താൻ അവരെ സഹായിക്കുന്നു. കോർഡിനേറ്റർ നമ്മുടെ ശ്രീകുമാർ സാറുണ്ട്, അതുപോലെ കുര്യൻ സാറുണ്ട്. എല്ലാവരും വളരെ താല്പര്യത്തോടെ സന്തോഷത്തോടെയാണ് പുതിയ ജനപ്രതിനിധികളെ എതിരേൽക്കുന്നത്. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, അവരുടെ സഹായങ്ങളും അതുപോലെ മറ്റു കാര്യം കുശലം അന്വേഷിക്കുന്നു ഒക്കെ അവരുടെ പ്രവർത്തന പരിധിയിൽപ്പെട്ട കാര്യങ്ങൾ തന്നെയാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. വളരെ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ട്രെയിനിങ്ങിന് വന്നെത്തുന്ന പുതിയ ആളുകൾക്ക് ഇതൊരു പുതിയ അനുഭവമായിരിക്കും. അത് മാത്രമല്ല, കേരളത്തിൽ കിലയിൽ നിന്നും പരിശീലനം നേടിയ ഈ ആളുകൾ ജനപ്രതിനിധികളോട് എങ്ങനെ സമീപിക്കണമെന്ന് കൂടി വ്യക്തമായി കാണിച്ചു കൊടുക്കുന്ന ഒരു രംഗമാണ്. നമ്മുടെ ശ്രീകുമാർ സാറിൻ്റെ ആദ്യത്തെ സെഷൻ നമുക്ക് നോക്കാം. കേരളത്തിലെ ഗ്രാമങ്ങളുടെ വികസനം, അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ രൂപപ്പെടുത്താം എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് സാമാന്യമായ ഒരു ജ്ഞാനം, അറിവ് ഉണ്ടാവുകയാണ്. ഇവിടെ ക്ലാസ്സുകൾ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, നമുക്ക് ചർച്ച ചെയ്തൂടെ. ഒത്തിരി ഞങ്ങളാരും ഇതിന്റെ അങ്ങേയറ്റത്ത് പഠിച്ചിട്ട് വന്നവരൊന്നുമല്ല. ഞങ്ങൾക്കും ഉള്ള അറിവുകളും നിങ്ങൾക്കുള്ള അറിവുകളും ഇങ്ങോട്ട് നമുക്കൊരു കൊടുക്കൽ വാങ്ങലുകളിലൂടെ ഈ 2 ദിവസം ഇവിടെ കഴിച്ചു. പക്ഷെ സമയബന്ധിതമായി നമുക്കത് തീർത്താലേ ഈ 2 ദിവസം കൊണ്ട് പോകാൻ പറ്റും. പലപ്പോഴും 1 മണിക്കൂർ 1.5 മണിക്കൂറോട് തീരേണ്ട ക്ലാസ്സുകൾ ചിലപ്പോൾ 3/4 മണിക്കൂർ. അപ്പൊ തന്നെ നമുക്കറിയാം 9:30 ആരംഭിക്കേണ്ടിയിരുന്ന ക്ലാസ്സുകളാണ് ഇപ്പൊ 10:30 ആരംഭിക്കാതിരിക്കുന്നത്. ആമുഖമായിട്ട് ഇത് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. നമ്മുടെ RPമാരായിട്ടുള്ള ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. കുര്യൻ സാറ്, അതുപോലെ 2 കുര്യന്മാരാണ് കേട്ടോ. ഒരു PJ കുര്യനും ഒരു കുര്യൻ വഴക്കാട് സാർ എത്തിയിട്ടുണ്ട്. അതുപോലെ അബ്ദുൾ റഹീം സാറാണ്. കിലയിൽ നിന്നുള്ള 3 RPമാരാണ് എത്തിയിട്ടുള്ളത്. അതിനോടൊപ്പം ഞാൻ വലിയൊരു RPയാണ്. ഈ ബ്ലോക്കിന്റെ കോർഡിനേറ്ററാണ് ശ്രീകുമാറാണ്. എൻ്റെ ഒരു സെഷനുണ്ട്, അത് ഉച്ചകഴിഞ്ഞായിരിക്കും. എല്ലാവർക്കും എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നമ്മുടെ കാര്യപരിപാടികളിലേക്ക് കടക്കുകയാണ്. നമ്മളവരുടെ യജമാനനല്ല, ജനാധിപത്യ സംവിധാനത്തിന്റെ ആൾക്കാരാണ്, നിസ്സാരക്കാരാണ്. ജനങ്ങളുമായിട്ട് ഏറ്റവും അധികം ഭാരതം, ഇന്ത്യ എന്ന ഈ രാജ്യം ലോകത്തിന് മാറുകയാണ്. അല്ലെങ്കിൽ ഹാപ്പിനെസ് ഇൻഡെക്സ് 134 സ്ഥാനത്ത് ഇനിയും കിടക്കും അല്ലെ? സന്തോഷമില്ലാത്ത ജനങ്ങളുടെ കൂട്ടായ്മയായി മാറും. പിന്നെയുള്ളത് ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് അല്ലെ? ജില്ലാ പഞ്ചായത്തുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, ഗ്രാമപഞ്ചായത്ത്. ഏതൊക്കെയാണ്? ഒന്ന് പാർലമെന്റ് അല്ലെ? കേന്ദ്രത്തിലൊരു കേന്ദ്രീകരണം നടപ്പിലായിട്ട് എത്ര വർഷമായി?
ഇടയ്ക്ക് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. എത്ര വർഷമായി? 25 വർഷങ്ങൾ കഴിഞ്ഞിരിക്കും, ആ നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കും അല്ലെ. അധികാരം കേന്ദ്രീകൃതമല്ല. ജനാധിപത്യത്തിൽ കേന്ദ്രീകൃതമാകാൻ പറ്റുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? വികേന്ദ്രീകരിക്കപ്പെടും അല്ലെ. ജനങ്ങളിലേക്ക് കൂടുതൽ അധികാരം എത്താം. അതിന്റെ ഭാഗമായിട്ടാണ് മഹാത്മാഗാന്ധി അദ്ദേഹം സ്വപ്നം കണ്ട ഒന്നായിരുന്നു ഗ്രാമസ്വരാജ്. അറിയാമോ അല്ലെ? ഗ്രാമങ്ങളിലൂടെയാണ് ഭാരതത്തിന്റെ മോചനം എന്നേ പറഞ്ഞു. വർഷങ്ങൾ 80 വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷെ അതിലേക്ക് നമ്മൾ എത്തപ്പെടുന്നതേ ഉള്ളൂ. 25 വർഷം കൊണ്ടും ഭാരതം മുഴുവനും ഈ അധികാര വികേന്ദ്രീകരണം നടന്നു എന്നതിന്റെ അഭിപ്രായമുണ്ടോ? ഉണ്ടോ? കൃഷിയും ഉൽപാദനവും മറ്റുള്ള ഉൽപാദന മേഖലകളിലും എല്ലാം സ്വയം പര്യാപ്തമായി തീരുന്ന ഒരു ഗ്രാമമായിരുന്നു ഗ്രാമസ്വരാജ്. സ്വരാജ് എന്നുള്ളതിനാൽ തന്നെ ഇതിന്റെ അർത്ഥമുണ്ട് ഗാന്ധിജി ലക്ഷ്യം വെച്ചത്. പക്ഷെ അത്തരത്തിൽ ചില ആലോചനകൾ വന്നപ്പോൾ അന്ന് നമ്മുടെ ഭരണഘടന 51 വരെ ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിനുള്ള നയരൂപീകരണം നടത്തുമ്പോൾ പഠിക്കേണ്ട അടിസ്ഥാന മാർഗരേഖകൾ മുമ്പ് നമ്മൾ എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കണം. അതായത് ഇപ്പോ വളരെ സിമ്പിളായി പറഞ്ഞാൽ തോമസ് കുട്ടി 10 വയസ്സിൽ 30 കിലോ തൂക്കവും 4 അടി പൊക്കവും ഉണ്ടായിരുന്ന തോമസ് കുട്ടിക്ക് 25 വയസ്സായപ്പോൾ 70 കിലോ തൂക്കവും 5 അടി 9 ഇഞ്ച് പൊക്കവുമായി. ഇത്ര വളർന്നെങ്കിൽ ആ കാലഘട്ടത്തിനിടയ്ക്ക് തോമസ് കുട്ടി എത്ര വളർന്നു, അത് എന്ത് സമയമെടുത്തു എന്നൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ തോമസ് കുട്ടി മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രം. ഏതാണ്ട് ഒരു 100 ഉണ്ടായിരുന്നു, 2 ഗാന്ധി തത്വങ്ങൾ ഉണ്ടായിരുന്നു, 3 ലിബറൽ ബൗദ്ധിക തത്വങ്ങൾ ഉണ്ടായിരുന്നു. ഈ ലിബറൽ ബൗദ്ധിക തത്വങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒന്നാമത്തെ സെഷൻ എടുക്കുന്നത് ശ്രീവിദ്യയാണ്. അതായത് എൻ്റെ വീട് മറ്റേ നമ്മുടെ അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പ്രാപ്തമാക്കുന്ന പഞ്ചായത്തും വരും എന്നുള്ള ആശങ്ക മഹാത്മാഗാന്ധി 1916 അഭിപ്രായപ്പെട്ടു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടനയുടെ ഈ എന്താ പറയുന്നത് 5 വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നിർബന്ധം. പണ്ട് 64 തെരഞ്ഞെടുപ്പ് അധികാരത്തിൽ വന്നതിന് ശേഷം 79 അധികാരം നൽകേണ്ടത്. നോക്കൂ, ഇതൊരു പ്രധാന സംഗതിയാണ്. ഇത്തരത്തിൽ ആണ് നമ്മുടെ ഈ മഹാത്മാഗാന്ധിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് ആർട്ടിക്കിൾ 40 ഭരണഘടനയിൽ ഉൾപ്പെട്ടത്. നിലവിൽ വന്ന സമയത്ത് ഇത് നടപ്പാക്കാൻ നിയമം തിരിച്ചറിയാൻ അത്തരത്തിലുള്ള ഡേറ്റകൾ നിങ്ങളെ സഹായിക്കും. അത്തരത്തിൽ ഡേറ്റകൾ കളക്ട് ചെയ്ത് വെക്കാൻ ഞാൻ പറഞ്ഞു വന്നപ്പോൾ എടുത്തിട്ടുണ്ട്, തിന്മകൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അത്തരത്തിലാണ് ഭരണഘടന രൂപീകരിക്കപ്പെട്ടത്. ഈ ഒരു തത്വം നമ്മൾ എടുത്തത് ഐറിഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്ത ഒരു സംഭവമായിരുന്നു. ഇതിന്റെ പ്രധാന തരംതിരിവുകൾ എന്ന് പറയുന്നത് 3 ആ കാലഘട്ടത്തിൽ അത്തരത്തിൽ ആശങ്കപ്പെടാമായിരുന്നല്ലോ. അത്തരത്തിൽ ആശങ്ക ഉയർത്തി ണ്ട്, എത്ര കുട്ടികളുണ്ട്, എത്ര തൊഴിലില്ലാത്തവരുണ്ട്, അത്തരത്തിൽ കംപ്ലീറ്റ് ഡേറ്റ. ആ ഗ്രാമസഭ കൂടുമ്പോൾ ആ ഗ്രാമസഭയിൽ ചർച്ചയ്ക്ക് വയ്ക്കുവാൻ വേണ്ടി ആ ഗ്രാമത്തിലെ ജനങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് എത്ര പ്രായമായവരുണ്ട്, 70 വയസ്സിനുള്ളിൽ എത്ര പ്രായമുണ്ട്, ജനസാംഖ്യമായി നോക്കൂ. ഇത്തരത്തിലുള്ള മുഴുവൻ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്ത ഒരു സർക്കാരാണ് കേരളം. ഈ ഭേദഗതികൾ മുഴുവൻ വിട്ടുകൊടുത്ത വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുണ്ട്. പക്ഷേ ഒപ്പ് മാത്രം ഇടാനോ വിരൽ പതിപ്പിക്കാനോ മാത്രമേ അവരെ കൊണ്ട് പറ്റത്തുള്ളൂ. ആർക്കും അഭിപ്രായം പറയാനുള്ള ശേഷി ഉണ്ടാക്കി കൊടുത്തു ജനകീയാസൂത്രണ പ്രസ്ഥാനം. അത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ നടപ്പായത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും അവിടെ അവതരിപ്പിക്കാനും പരിഹാരം കാണാനും ജനങ്ങളെ ഒരിക്കലും കടന്നു വരാൻ അനുവദിക്കാത്ത കാലത്താണ് സ്വീകരിക്കണോ, നദി ക്ലീൻ ചെയ്യാനുണ്ടോ, പഞ്ചായത്തുകളെ യഥാർത്ഥ സ്വയംഭരണ സ്ഥാപനങ്ങളാക്കുകയും അവയെ പ്രാദേശികളെ ചേർത്ത് നിർത്തിയായിരുന്നു തീരുമാനങ്ങൾ. ഈ ജനകീയാസൂത്രണം വന്നതോടുകൂടി ജനങ്ങളെ ചേർത്ത് അധികാര വികസനം സ്വാർത്ഥമാക്കുന്ന കേരളം സ്വീകരിച്ച നൂതനവും ക്രിയാത്മകവുമായ
കൃഷിയുണ്ട്, രസകൃഷ്ണമുണ്ട്, ആരോഗ്യമുണ്ട്, കുടിവെള്ളമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, വീട് ഹൗസിങ്, ഇങ്ങനെ കുറേ സംഗതികളുണ്ട്. പക്ഷെ അതല്ല, ഇതൊക്കെ ഓരോന്നും മേഖലയാണ്. ഇതിനെയൊക്കെ നമുക്ക് തിരിച്ച് നമുക്കൊന്നും കൂടെ നോക്കാം. ഇനി നോക്കാം, ഗ്രാമപഞ്ചായത്തിൻ്റെ അധികാരത്തിൻ്റെ ഓരോന്നിൻ്റെയും ചുമതലകളും അതുമായിട്ടുള്ള എണ്ണവും. ആദ്യത്തത് അനിവാര്യ ചുമതലകൾ. ഗ്രാമപഞ്ചായത്താണെങ്കിൽ 27 ഉണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിനുണ്ടോ? ജില്ലക്കുണ്ടോ? ഇവിടെ വലിയ അധികാരി ആരാ? ഗ്രാമപഞ്ചായത്തിന്റെ സ്ഥലങ്ങളുണ്ട്, സ്ഥാപനങ്ങളും മറ്റു കാര്യങ്ങളുണ്ട്. ഇതിന്റെ സംരക്ഷണം അപ്പം അത് ഓർക്കുമ്പോഴാണ് ഞാൻ പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിൽ കൂടെ ഒക്കെ നമ്മുടെ നാട്ടിൽ തോടും ആറൊക്കെ ഇല്ലേ? ഇപ്പം ആണ്ട് മെലിച്ചാകാറായിരിക്കുക. ആരും ഇതിനൊന്നും കൊടുക്കുന്നില്ല. തോടും മെലിഞ്ഞു പോകുന്ന കണ്ടിട്ടില്ലേ? വെള്ളമില്ലാത്തതുകൊണ്ടല്ല, മെലിഞ്ഞാകുക. സർവകല്ലൊക്കെ അടുത്ത പറമ്പിലെ സർവകല്ലൊക്കെ നടന്ന് കഴിയുക വരിക. സത്യം പറഞ്ഞാൽ ഞാൻ ഈ മീനച്ചിറാറിൻ്റെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് കോടതിക്ക് വേണ്ടി മീനച്ചിറ റിവർ വാലി അതിൻ്റെ സാൻഡ് ഓഡിറ്റിങ്ങും മാപ്പിങ്ങും ഉണ്ടായിരുന്നു. കോടതിക്ക് വേണ്ടി ഞാൻ ഈ പണി ചെയ്തതാണ്. അപ്പം ഞാൻ ഈ തീർച്ചയായിട്ടും ഇങ്ങനെ സർവേക്ക് പോകപ്പെട്ടിട്ടുണ്ട്. സർവേക്കാർ പറയാം, എൻ്റെ പൊന്നു ചേട്ടാ, അല്ലേ സാറേ, ഞാൻ ആ ഓടി കിടന്നതാണ്, ഞാനിങ്ങനെ നടന്ന് ഇപ്പം ഇവിടെ വരെ ആയി. നിങ്ങൾ എന്തിനാ നടക്കാൻ പറ്റും? ചേട്ടൻ പറഞ്ഞ താഴെ പോയി ഇരുന്നാൽ തിരിച്ചു ഇനി പോകാൻ പറ്റിയില്ല. ഇതൊക്കെയാണ് പഴയ അവസ്ഥ. നിങ്ങൾക്കറിയാം, പുറമ്പോക്കുകളൊക്കെ റോഡിൻ്റെയും തോടിൻ്റെയൊക്കെ പുറമ്പോക്ക് എത്രത്തോളം കയറിയിട്ടുള്ളത്. പൊതുസ്ഥലമല്ലായിരുന്നോ? ഒരു 20 കൊല്ലത്തിന് മുമ്പത്തെ ഗൂഗിൾ മാപ്പ് നോക്കി കഴിഞ്ഞാൽ സ്ഥലം കയ്യിലൊക്കെ കാണാൻ പറ്റും. DMRൊക്കെ ഉണ്ടാക്കേണ്ട സമയത്ത് നമുക്ക് അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. കുടിവെള്ളമുണ്ട്, പൊതുമരാമത്തുണ്ട്, അങ്ങനെ ഓരോന്നും അതിലെല്ലാം അങ്ങനെയുള്ള 19 കാര്യങ്ങളുണ്ട്. അതിലെല്ലാം കൂടെ തന്നെ 76 ചുമതലകൾ ഗ്രാമപഞ്ചായത്തുണ്ട്. അതേസമയം ബ്ലോക്ക് പഞ്ചായത്ത് 21, 14, 28. ഈ 14, 28 കേന്ദ്ര ഗവൺമെന്റാണ് നടപ്പാക്കുന്ന വിവിധ സ്കീമുകൾ. അത് കൃഷിക്കാണ്, ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട വിവിധ സ്കീമുകളാണ്. കേന്ദ്ര ഗവൺമെന്റ് എന്ന ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ചില കാര്യങ്ങൾ അതിനെ സംബന്ധിച്ചുള്ളതാണ് ഈ 18 സ്വർണ്ണാനും അത് 18 വിജയ മേഖലകളുണ്ട്. എന്നാൽ ജില്ലാ പഞ്ചായത്ത് ആവട്ടെ 16 എണ്ണം വരുന്നു, മേഖലകൾ 65. അതിനാണ് പൊതുമരാമത്തിന്റെ കാര്യങ്ങളെല്ലാം. അവിടെയും നമുക്ക് നോക്കാം, ഏറ്റവും കൂടുതൽ ഏതാണ്? ഗ്രാമപഞ്ചായത്തിലാണോ? എങ്ങനെ വിളിച്ചാലും വേണ്ടില്ല. ഗ്രാമപഞ്ചായത്ത് തന്നെയാണ് ഇമ്മ്യൂണിറ്റി സർക്കാർ, അല്ലേ? നോക്കാം. അനിവാര്യ ചുമതലകളെ നമുക്ക് 4ആയി തരംതിരിക്കാം. അത് ഏതൊക്കെ നോക്കാം. അതിന് നേരത്തെ കുറെ പൊതുവരുന്നുണ്ട്. ഏതാ? പൊതുജനാരോഗ്യം. പൊതുജനങ്ങളുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട ആശുപത്രികളുണ്ട്. ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ, സാധാരണ കാര്യങ്ങളൊക്കെ നടന്നുണ്ടല്ലോ. അതുപോലെ മറ്റു കാര്യങ്ങൾ. ആള് 2-നായി പറയട്ടെ. ഇവിടെ ഇരുന്നാ ഞാൻ വിളിക്കുന്ന മാത്രമായിട്ട്